നമ്മുടെ നാട്ടിലെ ആശുപത്രികളിൽ വേണ്ടത്ര ഡോക്ടർമാരില്ല എന്നുള്ളതാണ് ആരോഗ്യമേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഡോക്ടർമാരുടെ മുന്നിലേക്ക് എത്തുന്ന രോഗികളെ വേണ്ട വിധത്തിൽ പരിഗണിക്കാൻ പോലും അവർക്കാവുന്നില്ല. സമ്മർദ്ദം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്യുന്ന ഡോക്ടർമാരുടെ എണ്ണവും കൂടുകയാണ്. സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഡോക്ടർമാർ നേരിടുന്ന പ്രതിസന്ധികൾ ചെറുതല്ല. നമ്മുടെ നാട്ടിലെ ആശുപത്രികളിലേക്ക് എത്തുന്ന രോഗികൾക്ക് അവരർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നുണ്ട്. മറ്റ് വിദേശ രാജ്യങ്ങളുമൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബേസിക്കലി നമുക്ക് ഒരു രോഗിയെ പരിശോധിക്കാൻ ഒരു മിനിമം ഒരു 10 മിനിറ്റ് നൽകുക എന്നുള്ളത് രോഗി അർഹിക്കുന്ന ഒരു കാര്യമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെയും അങ്ങനെയാണ്. ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ വരെയൊക്കെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ എല്ലാ അസുഖങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കുക, അവരുടെ ഹിസ്റ്ററി എടുക്കുക, അവരെ ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുക, അത്യാവശ്യമുള്ള ടെസ്റ്റുകൾക്ക് ഇവിടെ ഇതിനൊക്കെ തന്നെ ഒരു മിനിമം 10 മിനിറ്റ്സ് വേണമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ സംവിധാനങ്ങളിൽ അത്രയും സമയം നൽകാൻ കഴിയാത്ത ഒരവസ്ഥ നിലവിലുണ്ട്. അത് രോഗികളുടെ എണ്ണം കൂടുതൽ കൊണ്ടാണ്. ഇപ്പോഴുള്ള ഡോക്ടർമാരുടെ എണ്ണത്തിൽ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 2-3 ഇരട്ടിയിലേക്കെങ്കിലും എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് ആധികാരികതയോടുകൂടി രോഗിയെ പരിശോധിക്കുകയും ക്വാളിറ്റിയുള്ള കെയർ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ നൽകാൻ കഴിയുമ്പോഴുള്ളൊരു വസ്തുത നിലവിലുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകരുടെ ക്ഷാമമുണ്ടെന്ന് ശരിവെക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന CAG റിപ്പോർട്ട്. 1160 ഡോക്ടർമാരുടെ ഒഴിവ് നികത്താനുണ്ട് എന്നതാണ് 2023 കണക്കായി CAG പറയുന്നത്. ഇതിൽ ചിലയിടങ്ങളിൽ പുതിയ നിയമനം നടന്നിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിലെ മാത്രം അവസ്ഥയല്ലിത്. സ്വകാര്യ ആശുപത്രികളിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. ജൂനിയർ ഡോക്ടർമാരെ സംബന്ധിച്ചാണെങ്കിൽ ദിനം പ്രതി ജോലി ഇല്ലായ്മയിൽ മാത്രമല്ല, ഉള്ളവർക്ക് തന്നെ വളരെ തുച്ഛമായ വേതനമാണ് നൽകപ്പെടുന്നത്. സ്ത്രീകൾ കൂടുതൽ ഉൾപ്പെടുന്ന ഡോക്ടർ സമൂഹത്തിന് ജോലി സുരക്ഷയെ സംബന്ധിച്ച് മാത്രമല്ല, ആശുപത്രികളിലെ സംരക്ഷണത്തെ സംബന്ധിച്ചും ശരിക്കും ആശങ്ക നിലനിൽക്കുന്നു. എല്ലാ ഡോക്ടർമാർക്കും ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും രാവെന്നോ പകലെന്നോ ഇടവേളകളില്ലാതെ മണിക്കൂറുകൾ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്ന PG ഡോക്ടർമാരാണ് ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്നത്. നമുക്കിപ്പം മാനേജ് ചെയ്യേണ്ടി വരുന്നത് വളരെയധികം വലിയൊരു പേഷ്യൻ്റ് ലോഡ് തന്നെയാണ്. അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സ് അത് വളരെ അധികം ആയിട്ട് വരുന്നുണ്ട്. അടുപ്പിച്ച് തന്നെ ഒരു 48 hours അല്ലെങ്കിൽ 72 hours വർക്ക് ചെയ്യേണ്ട സാഹചര്യം ഇവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസിന് ഇവിടെ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഓൾറെഡി അണ്ടർസ്റ്റാഫ്ഡ് ആയിട്ടാണ് ഇവിടെ മെഡിക്കൽ കോളേജുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. അത് ഇവിടെ നികത്താനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എല്ലാം കളഞ്ഞുകൊണ്ടാണ്. ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മെഡിക്കൽ ഫ്രട്ടേണിറ്റിയുടെ ഇടയിൽ തന്നെ ഒരു സൂസൈഡ് റേറ്റ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 കൊല്ലത്തിനിടയിൽ നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു 5-ൽ പരം സൂസൈഡ് വന്നിട്ടുണ്ട്. അമിത സമ്മർദ്ദം ഡോക്ടർമാരുടെ ജോലിയെ ബാധിക്കുന്നുണ്ടെന്ന് വ്യക്തം. ഡോക്ടർമാരും മനുഷ്യരാണ്. ഇവർ ഇടവേളകളില്ലാതെ ജോലി ചെയ്യേണ്ടവരാണെന്ന ധാരണ സർക്കാരിനും പൊതുസമൂഹത്തിനും മാറേണ്ടതുണ്ട്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.